ഷൂട്ടിലാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തുകൊണ്ട് കണ്ണാ വിശേഷം? അല്ല വേണ്ട, ഞാൻ ഒരാൾക്ക് കൊടുക്കാം. ഹലോ ഹലോ സുബു, അതെ ആരാത്? കണ്ടുപിടിടാ. എന്തോ ഡിവൈൻലി കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ ഒരു തീർന്നു പോയ ഒരു സീരിയല് 10 വർഷത്തിന് ശേഷം വീണ്ടും ആൾക്കാർ ഇത് അന്ന് സ്നേഹിച്ച പോലെ തന്നെ അன்னைக்கு இருந்த ரேட்டிங் வேற லெவல். അത് இன்னைக்கும் ടച്ച് பண்ண முடியல. ഷാലു ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ട്രോളൊക്കെ നല്ലതാണ്, യു എൻജോയ് ഇറ്റ്. പക്ഷെ അത് ഇൻസൾട്ടിന്റെ ഒരു ഇതിലോട്ട് എത്തുമ്പോഴാണ് കായപ്പെടുത്തക്കൂടാ. ഇൻസൾട്ട് ചെയ്ത് അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്യാരക്ടറിനെ വെച്ചിട്ട് പറ ഇവളെന്തോ നീ കാണിക്കുന്നത് എന്നുള്ള മട്ടിലൊക്കെ. ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ ഞാൻ വിളിച്ചു, ഭയങ്കര പേടിച്ചിട്ട്, ഹലോ എന്താ ചേച്ചി എന്ന് ഞാൻ പറയും. മോനെ താൻ തല്ലാനോ വഴക്ക് പറയാനോ ഒന്നിനുമല്ല. എനിക്കൊന്ന് മൂവി ചെയ്ത ടൈമിലും എന്തോ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണോ പിന്നെ മൂവി എന്നുള്ളൊരു അന്നേരം എനിക്ക് പക്ഷെ സീരിയലാണ് ഈ പറഞ്ഞ കണക്ക്. രാവിലെ പോയിട്ട് വൈകിട്ട് നമുക്ക് വീട്ടിൽ വരാം. എനിക്ക് കംഫർട്ട് ആണത്. ഗവൺമെന്റ് ജോബ് ആ സത്യം, പോന്നു വരുന്നു അത്രേ ഉള്ളൂ. സേഫ് ആണ്. നെക്സ്റ്റ് മന്ത് ക്യാഷും കിട്ടും. അതാ ഒരു വിഷയം. എല്ലാവർക്കും ഈ മാസം എൻഡിൽ ക്യാഷ് കിട്ടുന്ന പോലെ തന്നെ നമ്മൾ അഭിനയിക്കുന്നു, അടുത്ത ഷെഡ്യൂളിൽ ക്യാഷ് ക്രെഡിറ്റ് ആവുന്നു. കൺസിസ്റ്റൻസി ഇങ്ങനെ പോകും. നമുക്ക് 5 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു ടിക്ടോക്ക് വീഡിയോ ഷാലും ജിഷ്ണുവും കൂടെ ചെയ്തത്, ജിഷ്ണുകൂടെ ചെയ്തത്. അത് എന്നിട്ട് നമ്മുടെ മുത്തുഗോ മൂവിയില് അത് ആ ഡയലോഗ് ആക്ച്വലി അവരത് എടുത്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? അല്ല, ഞാനും ജിഷിനും കൂടെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് ചന്ദനമഴ തന്നെ ഒരു രംഗമായിരുന്നു തോന്നുന്നുണ്ട്. അതല്ല അതിനകത്തിരുന്ന. പക്ഷെ ചന്ദനമഴയിലെ ഈ ഒരു റെഫറൻസ് മുത്തുകോവില് മാത്രമല്ല, ഒരുപാട് സിനിമകളിലെ റെഫറൻസ് ഉണ്ടായിരുന്നു. ദൈവമേ കൈതൊഴാം കേക്കുമാറാണ് നേരത്തെ ദൈവം നെടുമുടി വേണു ചേട്ടൻ. പുള്ളി ചന്ദനമഴ അഡിക്റ്റ് ആയിരുന്നു. അവിടുന്ന് പോകുന്ന സമയത്ത് കാണാൻ പറ്റില്ല. ഇറങ്ങുന്ന ഒരുപാട് സിനിമകളില് ഇന്നലെ ചന്ദനമഴ നീ കണ്ടോ, ഇതെങ്ങനെ ഉണ്ടായിരുന്നു, അമൃതേനെ അവൾ കാട്ടിക്കൊണ്ടാക്കി, അങ്ങനെ ഡയലോഗ്സ് വരെ അവര് അത് യൂസ് ചെയ്യുന്നുണ്ട്. ചന്ദനമഴ റെഫറൻസ് ഉണ്ടായിരുന്നു. ഓൾറെഡി ഫേമസ് ആയതുകൊണ്ട് ഇത് സിനിമ വരുമ്പം ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് മുമ്പും ഫേമസ് ആയ സീരിയൽസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, നമ്മുടെയൊക്കെ തലവര കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, ഈ ചന്ദനമഴയ്ക്ക് അന്നും ഇന്നും എപ്പോഴും ഈ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്ന് സിനിമകളിലെല്ലാം ഈ ചന്ദനമഴ വേറൊരു സീരിയലും വന്നിട്ടില്ല. വേറൊരു സീരിയലിനെ കുറിച്ചും പറഞ്ഞു കേട്ടായിട്ട് എനിക്കറിയില്ല. ചന്ദനമഴ റെഫറൻസ് ഉണ്ട്. ഇപ്പോഴും പിള്ളേര് ട്രോൾ ചെയ്യാനാണെങ്കിൽ പോലും എടുത്ത് കുത്തിപ്പൊക്കി. ഇപ്പോഴത്തെ പിള്ളേര് ഇത് കണ്ട് അവസാനം 1 എപ്പിസോഡ് കാണുന്ന ആൾക്കാരെ എനിക്കറിയാം. കണ്ട് അഡിക്ഷൻ ആയി 1 എപ്പിസോഡ് കാണുന്ന സാധാരണക്കാരായിട്ട് കഴിയുമ്പം അയ്യോ ഇനി ഇതില്ല, എന്താ ഇതിന്റെ ബാക്കി എന്താ. അപ്പൊ ആദ്യം തൊട്ടിരുന്ന സീരിയൽ മുഴുവൻ എനിക്ക് എത്ര മെസ്സേജസ് വരുന്നെന്നറിയാമോ? എനിക്ക് അറിഞ്ഞൂടാ. ഇതിപ്പോ ഈ സീരിയലില് എന്താണ് ഇത്ര പ്രത്യേകം ചോദിച്ചാൽ ഇപ്പോഴും അറിയില്ല. പക്ഷെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കേറിക്കൊളുത്തി. சில விஷயங்கள் வந்து ஜெயக்குமார் சார் ஏற்கனவே சொல்லியிருக்கார், ப்ரொடியூசர். சில டைம்ல சில பேர் வைக்கும் போது, சில ஆர்டிஸ்ட் போது கடவுளா பிளஸ் பண்ற விஷயங்கள் தான். சிலது எப்படி ஹிட் ஆச்சுன்னு தெரியாது. இது சில சப்ஜெக்ட் வந்து அவ்வளோ நல்லா இருக்கும், படம் அவ்வளோ நல்லா இருக்கும், பட் சக்சஸே இருக்காது. ஏன் அந்த சக்சஸ் கிடைக்கலன்னு சொல்ல முடியாது. അതിനൊരു ആൻസറും ഇല്ല. അതെന്തോ ഡിവൈൻലി എന്തൊക്കെയോ കണക്റ്റഡ് ആണ്. അത് എന്താണെന്ന് നമുക്ക് പറയാറില്ല. നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമായിട്ടുള്ള എന്തോ ഉള്ള കാര്യമാണ്. എന്തോ ഡിവൈൻലി കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ ഒരു തീർന്നു പോയ ഒരു സീരിയല് 10 വർഷത്തിന് ശേഷം വീണ്ടും ആൾക്കാർ ഇത് അന്ന് സ്നേഹിച്ച പോലെ തന്നെ അன்னைக்கு இருந்த ரேட்டிங் வேற லெவல். அது இன்னைக்கும் டச் பண்ண முடியல. இப்போ கூட இன்ஸ்டால திருப்பியும் வைரல் ஆகும்போது இதையும் டச் பண்ண முடியல. അന്നത്തെ മീഡിയം നിൽക്കുന്ന റേറ്റിംഗ് ഒക്കെയാണ് ഇപ്പം ഹയർ. അതെ இல்ல சேனல்காரே പറഞ്ഞിട്ടുണ്ട്, இது யாருக்கும் அந்த சீரியல் முன்னாடி வந்ததும் இல்ல, அதுக்கு இதுக்கப்புறமாவும் இது வரைக்கும் வந்தது கிடையாது. 24-25 റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ സ്വപ്നം കാണാൻ പറ്റില്ല. അത്രയ്ക്കും ഭയങ്കര ഇതായിരുന്നു, റേറ്റിംഗ് ഉണ്ടായിരുന്നു. അത് മാത്രമാണ് അതെ, ആ ഒരു സീരിയൽ മാത്രമേ അത് വന്നിട്ടുള്ളൂ. പിന്നെ ആ സമയത്ത് പരസ്പരം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മൾ കുറെ കാലം സ്റ്റേബിൾ ആയിട്ട് അങ്ങനെ പോയി. 25 അതായത് 30-ന് താഴെ ഒരു ഏറ്റവും ആവറേജ് എന്ന് പറയുന്നത് 25 പോയിന്റ്. 30-32 വരെയും വന്നു. ചിന്തിക്കാൻ പറ്റില്ല. ഈ ഊർമിള എന്ന് പറയുന്ന ക്യാരക്ടർ രാജേശ്വരിയിലേക്ക് പോകുമ്പോൾ ആ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ
അങ്ങനെ ഒരു ക്യാരക്ടർ അത് മനഃപൂർവ്വമായിരുന്നു അല്ലെങ്കിൽ ലൈക്ക് ആ ഒരു ചേഞ്ച് അതിൽ ഡിഫറൻസ് ആസ് എ ആർട്ടിസ്റ്റായിട്ട് ஒரு இந்த கேரக்டர் ஒரு இட்ஸ் அ பாசிட்டிவ் ரோல் இது ஹேண்டில் பண்ண விதம் ஒரு நெகட்டிவ் செய்யும் போது ஒரு நடிகையா இருக்கும் போது இதையும் செய்யணும்னு ஒரு ஆசை இருந்தது. ആ ഒരു ഇതും കൂടെ ആ ബൗണ്ടറിയും കൂടെ ஆமா பிகாஸ் ஆர்டிஸ்ட் போது அதுலயும் எக்ஸ்பெரிமெண்ட் பண்ணி பார்க்கணும்ல. அதுதான் ஒரு ஆர்டிஸ்டோட விஷயம். அப்போது அது ஒரு சாப்பாடு தீனி போடுற மாதிரி ஆர்டிஸ்டுக்கு ஆக்சுவலி இதை என்னை பொறுத்த வரைக்கும் என்ன ஒரு வெரைட்டி ஆஃப் கேரக்டர்ஸ் பண்ணணும், அதையும் நம்ம எக்ஸ்பீரியன்ஸ் பண்ணணும் அப்படின்னும் போது ஃபஸ்ட்டு எல்லாரும் குழப்பினாங்க நெகட்டிவ்லாம் பண்ண வேண்டாம், நீ ட்ரை செய்து நோக்கினேன் என்ன ஜஸ்ட் ட்ரை அப்படின்னு. அப்போ நான் ட்ரை பண்ணேன். பட் இந்த உண்மையிலா கேரக்டரை விட ஆக்சுவலி இட்ஸ் நெகட்டிவ் போது நான் எப்பவுமே இவ்வளோ நினைப்பேன் இட்ஸ் வெரி டஃப். நெகட்டிவ் ரோல் வந்து ஒர்க் பண்ணுறதுக்கு நிறைய எக்ஸ்பீரியன்ஸ் வேணும். அந்த ஷார்ட் டைம்ல நம்ம பண்ணணும் நிறையா. பாசிட்டிவ் அங்கே வேணும். சைலண்டா நின்னா மதி, கிளிசரின் போட்டு நின்னா மதி, பாசிட்டிவ் கேரக்டர்லே ശരിയാണ്. മറ്റേത് ജോലി ചെയ്യണം, പണിയെടുക്കണമൊക്കെ. അതായത് മൾട്ടിപ്പിൾ എക്സ്പ്രഷൻ எல்லாம் குசும்பு அது இது எல்லாம் வேணும். ப்ளஸ் அதுலேயே ஒரு பாசிட்டிவ் மாதிரி நடிக்கணும். அப்போது ஆக்டிங்க்கு நிறைய ஸ்கோப் இருக்குன்னு சொன்னால் அது வந்து ஒரு நெகட்டிவ் ஷேட்ஸ்க்கு தான் இருக்கும். எஸ் ஆஸ் அ ஆர்டிஸ்டாக அதையும் எக்ஸ்பெரிமெண்ட் பண்ணணுன்றது தான் அடெண்டா. பெர்ஃபார்மன்ஸ் லெவல் will be so high. அதையும் நம்ம பண்ணணும், அதுவும் எக்ஸ்பெரிமெண்ட் பண்ணாதான் தெரியும்னால அடெண்டா சீதா கல்யாணம் அந்த கேரக்டர். ഇപ്പോൾ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന റീസൺ ഈ ട്രോളും മീംസും ഒക്കെ വന്നപ്പോൾ ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു, ഷാലു ഒക്കെ പറഞ്ഞിട്ടുണ്ട് ട്രോളൊക്കെ നല്ലതാണ്, യു എൻജോയ് ഇറ്റ്. പക്ഷെ அது இன்சல்ட்ன்ற ஒரு ഇതിലോട്ട് എത്തുമ്പോഴാണ് இல்ல ஆக்சுவலி ட்ரோல் பண்ணும்போது அவங்களுக்கு எவ்வளோ நாலேஜ் இருக்கு. அதை இந்த சீனோட இன்னொரு படத்தோட சீனை கனெக்ட் பண்ணணும், இது பண்றது அவங்களோட டெக்னாலஜி യൂസ് பண்ணி അവங்களோட മൈൻഡ് യൂസ് பண்ணி அதுக்கு ടൈം സ്പെൻഡ് பண்ணி പண்ற വിഷയം ഉണ്ടാക്കുന്നത് വളരെ ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ട ഒരു ക്യാപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു പത്രം ആശാലേക്കും ക്യാപ്ഷൻ ഇടും എന്നുള്ളത്. പക്ഷെ അപ്പൊ ഈ പല സിനിമ ചേച്ചി പറഞ്ഞ പോലെ പല സിനിമകളിലെ സീനുകള്, മ്യൂസിക്, ഡയലോഗ്സ് ഇതൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പം അവര് എന്താ ചെയ്യുന്ന ഒരു വളരെ ജീനിയസ് அவங்களுக்கு அப்ரிஷியேட் பண்ணணும், அவங்களை வந்து பெரிய அளவுக்கு பாராட்டணும். பட் அதே டைம்ல இன்னொரு ஆர்டிஸ்டையும் ஒரு இன்னொரு ஆர்டிஸ்டே வேண்டாம், இன்னொரு ஒரு ஹியூமனை வந்து ஓரளவுக்கு அது ரொம்ப எங்கேயாவது சொல்லி ஹர்ட் பண்ணவும் கூடாது. அது அந்த இடத்த பாயிண்ட்டை வந்து இது ஒரு வந்து ஆஸ் அ ரெக்வெஸ்டா ஹர்ட் பண்ணாம பாத்துக்கோங்க ப்ளீஸ். அதை தான் நான் சொல்றேன். ട്രോൾസ് ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഒരു இல்ல சந்திரமன் ஆதியம் தொடங்கும் போது இவ சொல்லும் போது கூட நான் ஆக்சுவலி நான் என்ஜாய் பண்ணேன். ஐயோ அக்கா இவ்வளோ நாங்கள் என்னது டயர் எல்லாமே போட்டிருக்கேன் அப்படிலாம். ஏன்னா ஐ என்ஜாய்ட் அவங்களோட ஃபீலிங்ஸ், அவங்களோட இது பண்ண ஜாலி நான் என்ஜாய் பண்ணுவேன். பிகாஸ் அதில் கூட நம்மளை பற்றி தான் எடுக்கிறாங்க, அதில் நம்ம வந்து பெரிய கிஃப்டட், ஐம் ஹாப்பி. பட் அதை அவங்க யூஸ் பண்ணி எந்த அளவுக்கு பண்ணுறாங்கன்னு அப்ரிஷியேட் பண்ணி சொன்ன மாதிரி കായപ്പെടുത്തக்கூடாது. ഇൻസൾട്ട് ചെയ്ത് അത് മാത്രമേ ഉള്ളൂ. ബാക്കി അല്ലാതെ നമ്മളുടെ നമ്മുടെ ക്യാരക്ടറിനെ വെച്ചിട്ട് പറ ഇവളെന്തോ നീ കാണിക്കുന്നത് എന്നുള്ള മട്ടിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഒരു കണ്ടന്റ് ക്രിയേറ്ററെ ഞാൻ വിളിച്ചു, ശരത് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ് ക്രിയേറ്ററെ വിളിച്ചിട്ട് പുള്ളി എന്നാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ടുള്ളത് ഇങ്ങനെ ഇരുന്ന് കണ്ടേച്ച് എന്തോരം ക്ഷമ വേണമെന്ന് ഞാൻ ആലോചിച്ചത്. ഷോർട്ട് സ്റ്റോറി പോലെ അത് തന്നെ സ്റ്റോറി പോലെ ഇങ്ങനെ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ആൾക്കാർ ചിന്തിക്കുന്ന കാര്യങ്ങൾ കൂടി അവൻ ഭയങ്കര ഫണ്ണി ആയിട്ട് ഡയലോഗായിട്ട് അവൻ പറയുന്നുണ്ട്. ഇതെന്തുവാ നെറ്റിയിലെന്തുവാ ഈ ചെവിയിൽ എന്തുവാ പൂട്ടുകൂടെ തൂക്കിയിട്ടേക്കുന്നു എന്നുള്ള അങ്ങനത്തെ ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യും. അത് അവന്റെ രീതിയിൽ പറയുമ്പോ. അപ്പൊ ഞാനിവന്റെ നമ്പർ എടുത്ത് വിളിച്ചപ്പോ ഇവന് ആദ്യമേ ഭയങ്കര പേടിച്ചിട്ട് ഹലോ എന്താ ചേച്ചി എന്ന് ഞാൻ പറയും, മോനെ ഞാൻ തല്ലാനോ വഴക്ക് പറയാനോ ഒന്നിനുമല്ല, എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ് എന്നും പറഞ്ഞ് അവനെ നമ്പർ എടുത്ത് ഞാൻ വിളിച്ച് അവരോട് സംസാരിക്കാം. അവൻ ഹാപ്പിയായി പറഞ്ഞു, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ചേച്ചി ഇങ്ങനെ സംസാരിക്കുമെന്നോ വിളിക്കുമെന്നോ, എന്തോ ചേച്ചി എന്നെ വഴക്ക് പറയാൻ വേണ്ടി വിളിക്കുമെന്നാ വിചാരിച്ചേ. ഞാൻ പറഞ്ഞു ഇല്ല എന്തിനാ വഴക്ക് പറയാൻ, ഒന്നും കാര്യമായിട്ടൊന്നും അങ്ങനത്തെ ഒന്നും പറയുന്നില്ല. പക്ഷെ ചില യൂട്യൂബേഴ്സ് പറയുന്നവരുണ്ട്. പിന്നെ ഇപ്പൊ ഈ നേരത്തെ ട്രോളിൽ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു അഞ്ജലി മറ്റേ അൺകോൺഷ്യസ് ആയിട്ട് വീഴുന്ന സംഭവം ഉണ്ടല്ലോ. യെസ്, അർജുൻ മേക്കപ്പ് ചെയ്യാൻ അതീതമായി സഞ്ചരിച്ച ആൾക്കാരായിരുന്നു ഞങ്ങള്. എത്ര അതാ ഞാൻ പറഞ്ഞ ട്രോൾ ഉണ്ടാക്കുന്നവര് ഭയങ്കര ജീനിയസ് ആണ്. കാരണം ആ ഒരു സംഭവം കണക്ട് പண்றது ചെയ്ത് ചെയ്യണമല്ലോ. അത് ചെയ്തിട്ട് ആ സീൻ ചെയ്ത ടൈമിൽ
വിദൂരതയിൽ പോലും ഓർത്തിട്ടില്ല. ഒരിക്കലും ഇല്ല. അന്ന് ആ incident നടന്നിട്ടുണ്ടോ ആക്ച്വലി? ഉണ്ട്. ആ സമയം ശരിക്കുള്ള ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. സിനിമയുണ്ട് ഗുണ എന്ന് പറഞ്ഞ സിനിമ. അല്ലടാ, ആ മഞ്ഞുമൽ ബോയ്സിന്റെ ഇൻസിഡന്റ് ആ സമയത്ത് നടന്നിട്ടുള്ള സമയം നടന്നിട്ടുണ്ട്. അല്ല, അത് ഈ അതിന് സമയത്ത് ശേഷമാണ് ഇത് എടുക്കുന്നത്. ഓക്കെ. പക്ഷെ അന്നൊന്നും നമ്മൾ ഇങ്ങനെ ഒരു ഇത് ചിന്തിക്കുന്നില്ല. അത് ആ കഥയുടെ ഒരു ഇതായിട്ട് വന്നു, അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. പക്ഷെ ആ ഷൂട്ട് ചെയ്തതും ശരിക്കും ഇതുപോലെ ഇവര് കുഴിയൊക്കെ കുഴിച്ച് മൊത്തം ഒരു കാട് പോലെ ഒരു serial. നമുക്കറിയുന്നത് അതല്ലേ ഉള്ളൂ, കുഴിക്കകത്ത് പോയത്. ബോള് കളിച്ച് എത്ര പ്രാവശ്യം അത് കണ്ടിട്ടുണ്ട് പണ്ടത്തെ സമയത്തല്ലേ കുട്ടിയായിരുന്നപ്പോ. അന്ന് എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമായിരുന്നു, ആ മാളൂട്ടി ചെന്ന് വീണിട്ട് വാ എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങി ഇപ്പോഴാണ് ആ ഇതും അതുമായിട്ട് കണക്ട് ചെയ്ത് ട്രോളൊക്കെ വരുന്നത്. അത് അത് ആക്ച്വലി റിസ്ക് എങ്ങനെയുണ്ട്? അതിന്റെ ഷൂട്ട് പ്രോസസ് എങ്ങനെയായിരുന്നു? സ്റ്റുഡിയോയിലാണ് നമ്മൾ ആ ഒരു സെറ്റ് അല്ലായിരുന്നു, പക്ഷെ ശരിക്കും കുഴി തന്നെയായിരുന്നു. ഒരാളടി പൊക്കത്തിൽ ശരിക്കും അവർ കുഴി എടുത്ത്, ചെറിയ കുഴിയല്ല, ബാക്കി ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ വലിയ സ്പേസ് ഇട്ടിട്ടാണ് അവർ കുഴി ഉണ്ടാക്കിയത്. വീഴുന്നതൊക്കെ ശരിക്കും വീണത് തന്നെയാണ്. അടിയിൽ കുറച്ച് മറ്റേ ബെഡും അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു. നമ്മളെല്ലാവരും ആ ഒരു 2-3 ദിവസം എടുത്തിട്ട് ആ ഒരു ഫുൾ സീക്വൻസ് ഷൂട്ട് ചെയ്ത് തീർത്തത്. അപ്പൊ ഇനി ഒരു ചെറിയ സെഗ്മെന്റ് ആയല്ലോ. ഓക്കെ, 2 സെഗ്മെന്റ് ഉണ്ട്, ഒരു ഷോർട്ട് സെഗ്മെന്റ്. റെഡി? ഓക്കെ. എളുപ്പമുള്ളതായിരിക്കണമെന്നല്ലേ? അതായത് ഇത് വെരി സിമ്പിൾ ആണ്. അതായത് ഒരു വാക്ക് പറയും. ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരെ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കാം, അതിന് ഡോക്ടറെ ആവശ്യമുണ്ട്. ഒരു അസുഖമായിരിക്കാം അല്ലെങ്കിൽ ഒരു സംഭവമായിരിക്കാം, അതിന് ഡോക്ടറിനെ ആവശ്യമുണ്ടെങ്കിൽ അത് ആർക്കാണ് ആവശ്യം എന്ന് പറയണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ആരാണ് ഭയങ്കര എക്സ്പെൻസീവ്, ഫുൾ ഷോപ്പഹോളിക്, കാശ് സേവ് ചെയ്യാൻ ഭയങ്കര പാടാണ്, ഈ ഒരു അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് നിങ്ങൾക്ക് ആർക്കാണ്? അങ്ങനെയാണ് റൈറ്റ്? ഇറ്റ് വാസ് എൻ എക്സാമ്പിൾ. അപ്പോൾ അത് തന്നെ ആയിക്കോട്ടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഒട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, ഐ എം വെരി എക്സ്പെൻസീവ്, അല്ലെങ്കിൽ എന്ത് വിൻഡോ ഷോപ്പിംഗ് കണ്ടു കഴിഞ്ഞാൽ ഐ വിൽ ബൈ ഇറ്റ്. വൺസ് ഒരു ടാർഗറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഐ വിൽ ബൈ. ആരാണ്? ആദ്യം തൊട്ടേ ചന്ദ്രമ തൊട്ടേ ഇപ്പോഴും അതവിടെ ഡബിൾ ട്രിപ്പിൾ. അപ്പൊ ലോയറിന് ഡോക്ടറിന് ആവശ്യമുണ്ട്. അപ്പൊ അക്ക പറയും ഞാൻ ഓട്ടൊക്കെ ചെയ്യാന്ന് പറയും, എനിക്ക് അങ്ങനെ സേവ് ചെയ്യാനും ഇതൊന്നും അമ്മ എപ്പോഴും ഞാൻ വാങ്ങും എന്നുള്ളതാണ്. ഇയർ എൻഡിങ് വേൾഡ് ടൂർ എങ്ങനെയാണ് ഇപ്പൊ കൂടെ ഉட்கார்ந்து സംസാരിച്ചത്, ഇതാണ് അങ്ങ പോകണം ഇങ്ങ പോകണം. നോ സേവിങ്. ആക്ച്വലി ഞാൻ ഷോപ്പഹോളിക്കാണ്, പക്ഷേ എനിക്ക് അല്ല, എന്നെ പിടിച്ചു വെക്കാൻ ആൾക്കാരുണ്ട് എന്റെ പുറകിന്ന്. ഇപ്പോഴും ഞാൻ ഇപ്പോഴും കൊച്ചുകുട്ടിയാണ് അവർക്കൊക്കെ. നെക്സ്റ്റ്, ഇതിന്റെ നേരെ ഉൾട്ട, പൈസ അങ്ങ് അടക്കാൻ ഒരു മടിയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സേവ് ചെയ്ത് വെക്കും. ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ, എന്നെ പുറകിന്ന് പിടിച്ചു വെക്കാനാണുള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയെന്നെ. എന്നാലും അവള് കൊറേയൊക്കെ മാനേജ് ചെയ്ത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിവൃത്തിയില്ലാത്തോണ്ട്. അപ്പൊ അതിന് ഒരു ഡോക്ടറിന് ആവശ്യമുണ്ട്. അത് വേണമെങ്കിൽ മാം അയക്കോ ഡോക്ടർ അല്ലേ? അക്കയാണ് ഡോക്ടർ. എന്നോട് പറയും ചാരു ഇപ്പടി ചെലവ് പണക്കൂടാതെ, അവളോട് പറയും എടി ഇത് മാറ്റി ഇത് വാങ്ങ്, ഇത് അങ്ങനെ ചെയ്യ് എന്ന്. അക്ക തന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മൾ ഒരാളുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പുഷ് ചെയ്യും, ചെയ്യരുത് ചെയ്തോ, ചെയ്യരുത് ചെയ്തോ, അതൊക്കെ അക്ക തന്നെ ആണ്. നൈസ്. നെക്സ്റ്റ്, ഇനി നിങ്ങൾ 3 പേരായിരിക്കണം എന്നില്ല, ചിലപ്പോൾ സെറ്റിലായിരിക്കാം, ഗോസിപ്പ് സെറ്റും കൂടുതൽ പറയുന്നത്, അല്ലെങ്കിൽ എടാ അങ്ങനെ കൂടുതലും ഗോസിപ്സ് പറയുന്ന ആരായിരിക്കാം? ഉള്ള കാര്യങ്ങളാ പറയുന്നത്, ഗോസിപ്സ് ആയിട്ട്. ഉള്ള കാര്യമാണെങ്കിലും ഇങ്ങനെ വളരെ ശുഷ്കാന്തിയോടുകൂടി വന്ന് പറയുന്നത്. ஆக்சுவலி எங்களோட செட்ல யாரடி நீ உனக்கு ஆனா எங்க ரூம்ல பொறுத்த வரைக்கும் എല്ലാവരും പറയും. എസ്പെഷ്യലി പെണ്ണുങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ എനിക്കത് ഇവർ രണ്ടുപേരും പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല. അതായത് അതിനകത്ത് നുണ കലർത്തി പറയില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും, നുണ കലർത്തില്ല അതിനകത്ത്. അങ്ങനെ അത് ഗോസിപ്പായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഉള്ള കാര്യം ഉള്ള പോലെ പറയും, പക്ഷെ മനസ്സിൽ വെക്കത്തില്ല. മനസ്സിൽ വെക്കില്ല. വേറെ സീരിയൽ അഭിനയിക്കാൻ പോകുമ്പം അവിടെ ഫോട്ടോ എടുക്കും, അത് പോസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ഞങ്ങൾ പറയും അക്കയോട്, അക്ക കുശുമ്പ് വരുന്നുണ്ട്, ഞാൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി, പിന്നോട്ട് വേണ്ട നേരിട്ട് പറയാം. இவளுக்கும் சரி ഇന്നലെ ഒരു സ്റ്റോറി കണ്ടു, ഇന്നലെ ഇൻസ്റ്റ സ്റ്റോറി കണ്ടു. அப்படி இல்ல ஆக்சுவலி என்னன்னா
நான் உங்களுக்கு 2 பேருக்குமே அதான் தெரியும் ஆஸ் love ஆர்டிஸ்ட் கொண்டுள்ளொரு- ஆர்டிஸ்ட் நம்ம லொகேഷൻ എല്ലാവർക്കിട്ടും ഞാൻ എപ്പോഴും പോലെ ഫ്രീ ആയിട്ട് ഒരു ഫാമിലി പോലെ ഞാൻ സംസാരിക്കും ബട്ട് ഇത് മൈ ഫാമിലിയാണ് ഓക്കെ ദാറ്റ് ഈസ് ഡിഫറെന്റ് എനിക്കില്ലേ ആ ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വിളിച്ച് പറയുന്നത്. അതെ. അക്കാ ഇടണ്ട, ചിലപ്പോ ഞാൻ വിളിക്കും കുറിച്ച് എടി അക്ക പോകുന്നുണ്ടെന്ന്. നീ എവിടെ അടി എടിയക്ക നീ എവിടെ ആണല്ലേ എനിക്ക് ഒന്നുമില്ല ഏത് തിറ്റിനാലും എനിക്ക് ചിലപ്പോ hurt ആകാതെ. ചീത്തയും പറയും, ചിലപ്പോ വിളിച്ച് നല്ല ചീത്തയും പറയും, ചിലപ്പോ ദേഷ്യം വന്നിരിക്കുമ്പോ എന്തെങ്കിലും പറയാനാണെങ്കിൽ. പക്ഷെ എന്തിനും അത് ആ സെൻസിലേ എടുക്കുള്ളൂ. ഒരു കഷ്ടം ഇല്ല ഫീൽ ഇല്ല യു ഗൈസ് ആർ വെരി കംഫർട്ടബിൾ അതുകൊണ്ടാണ് യാ അതെ അതെ. ഇതിന് ഡോക്ടർ ആവശ്യമില്ല. പെർഫെക്ഷനിസ്റ്റ്, പക്ഷെ അത് കുറച്ച് കൂടുതലാണ്. നമ്മളെല്ലാവരും അങ്ങനൊക്കെ തന്നെ തോന്നുന്നുണ്ട്. എല്ലാരും ഷാലു പിന്നെ സത്യമായിട്ടും പോടുന്നു പോയാടുന്നു എല്ലാം പറഞ്ഞു വീഴുന്നു. പൂവിന് പോലും സഹിച്ചില്ല. പോടുന്നെന്ന് പറഞ്ഞപ്പോ അടി ആ അല്ല, ഇപ്പൊ എല്ലാ- character എല്ലാവരും വെച്ചിട്ടാണെങ്കിലും perfect നമ്മൾ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് perfect ചെയ്യുക ആയിട്ടിരിക്കണം. എന്ന് വെച്ചാൽ എല്ലാം വളരെ തുണി മടക്കി വെക്കുന്ന ആ ഒരു ലെയറിൽ ഭയങ്കര അത് ചിട്ട, എനിക്കുണ്ട് പറയാം. ചിട്ടയുടെ കാര്യമാണെങ്കിൽ അക്കേനെ പറയാം. ഞാൻ 7 മണിക്ക് കിടന്ന് ഉറങ്ങും, ഇത്ര ശരി. മണിക്ക് ഭക്ഷണം കഴിക്കും, That's a good ഞാൻ thing. ഇന്നതൊക്കെ കഴിക്കുള്ളൂ, അതൊക്കെ correct ആണ്. അങ്ങനെ ஆனால் ஷூட்டிங் ஸ்பாட்டுக்கு வந்தா ஒரு ட்ரெஸ் பேக் பண்ற விதம் பேக் பண்ணனா பட்டு 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 பண்ண 1 மினிட்ல கூட சிட்டாட்ட செய்யற விஷயம்னா குவிக்கா ஷாலு കുര്യൻ ചെയ്യും. അത് എങ്ങനെ കേൾക്കണം, എങ്ങനെ എങ്ങനെ ഇവിടെ ലഗേജ് ഉണ്ടാ ഷാലു നിനക്ക് ഓവർ ആ ബൈക്കാ 1 മിനിറ്റ് വേണ്ട ഞാൻ പറഞ്ഞ കേട്ടപ്പോ ഓർത്തു അത് ആ ഞാൻ- സമയമൊന്നും ഒരിക്കലും ഇല്ല, ഇല്ല. അത് പിന്നെ ഞാൻ- ഷാലു പോണ വഴിക്ക് ആണല്ലേ? ആരെയും അത് കാണൂല. ഞാന് അവൾക്ക് தெரியும் അത് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യും. ഷാലു അപ്പൊ ഇപ്പൊ ഷെനിത്ത് ഒന്ന് പറയാം ആ ഷാലു നിനക്ക് ഓവർ ആ ഓക്കെ എല്ലാം ഒരു 15 ഡ്രസ്സ് എന്നോട് ബെഡ് മേലെ ഇരിക്കും, ഒരു 20 ഡ്രസ് അത് അങ്ങനെ ഇട്ട് ഒരു സിം ബൈ ഒരു സെക്കൻഡ് കൂടെ വേസ്റ്റ് ആകാതെ അല്ലെ ഷാലു രാവിലെ ലൊക്കേഷനിലേക്ക് വരുന്നതും 1 മിനിറ്റ് ലേറ്റ് ആവില്ല, ലൊക്കേഷൻ വിട്ട് വീട്ടിൽ പോകുന്നതും 1 മിനിറ്റ് ലേറ്റ് ആവില്ല. പെർഫെക്ഷൻ അത് എങ്ങനെ മാത്രം ചുരുട്ടി കൂട്ടി വെച്ചാണെങ്കിലും അതിനെ കറക്റ്റ് കുറിച്ച് ആയിരിക്കും. ചിന്തിക്കണ്ട, ടൈം കീപ്പ് ചെയ്യും. ആ, അതെ അതെ ഓ എങ്ങനെ അറിയില്ല, ടൈം കീപ്പ് ചെയ്യും. നല്ല കാര്യം തന്നെ. ആ ലാസ്റ്റ് ആണേ, അതായത് ഇപ്പൊ ആക്ഷൻ എടുക്കുന്നു, കട്ട് പറഞ്ഞു എന്ന് വെച്ചു, എന്നാലും അത് കഴിഞ്ഞ് ഞങ്ങൾ ആക്ട് ചെയ്യും, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ലൈക്ക് അത് ബിഹേവ് ഇല്ല ചെയ്ത് ചില ടൈമില് ആമാ ഇവ ഉണ്ട് ആണല്ലേ? കരഞ്ഞിട്ടുണ്ട്, கரைஞ்சிட்டு எமோஷன்ஸ் உண்டு இவ வந்து அப்படி ஃபீல் பண்ணுவா சில நேரத்தில் லெக்சர் இல்லாம போது அந்த மாதிரி எமோஷன் சீன்ல இவ வந்து டைம் எடுக்கும் கட் செய்துட்டு கூட அந்த ഇത് பிரீத் ശ്വാസം മുട്ട് ஆமா പോലെ ഭയങ്കര எல்லாருக்கும் ഏങ്ങലടിക്കുന്ന டைம் പോലെ. எடுக்கும் അത് To get out release from the ആവാൻ- character. യെസ് യെസ് அந்த ஷார்ட்ல இருந்து வெளில അത് வருது ഞാൻ തന്നെ ബിക്കോസ് യു ഇൻവോൾവ് എ ലോട്ട്. ഇൻവോൾവ് ആവും. அதுவும் வந்து ഇനി പൂവെടുത്ത് മേലോട്ട് വെക്കട്ടെ. அப்ப அது குசும்பு சீன்ல இல்ல கிடையாது அது Emotional எமோஷனல் சீன்ஸ்ல மாத்திரம் അതായത് കുറേ ഡയലോഗ്സ് ഉണ്ട്, ഡയലോഗ് അങ്ങനെ പ്രസന്റ് ചെയ്യണം, സീരിയസ് സീൻ, അത്രയും സീരിയസ് സീൻ. ഓക്കെ அது ചെയ്യും. നൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ചന്ദനമഴയിലെ തന്നെ ആരെങ്കിലും ഒരാളൊന്ന് വിളിച്ചാലോ? ഇപ്പൊ എല്ലാരും നമ്മുടെ കൂട്ടത്തിലില്ല, ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ആരായിരിക്കും വിളിക്കാൻ പറ്റുന്നത്? ആരെ വേണേലും വിളിക്കാം, സുബ്രുവിനെ വിളിക്കാം, ആ എന്റെ മോൻ എന്റെ ഭർത്താവ് പ്രതീഷ്. അർജുൻ ഡൺ. അപ്പൊ ഫോൺ എടുത്തോ. ഓക്കെ. ഡൺ. ഷൂട്ടിലാണോ എന്താണെന്ന് അറിയത്തില്ല. ഷാലു എന്തുകൊണ്ട് അണ്ണാ വിശേഷം? സുഖമായിരിക്കുന്നേ, സന്തോഷ ജീവിതം തന്നെയാണോ? എവിടെയുണ്ട്? ഞാൻ ചെന്നൈയിലാണ്. ചെന്നൈയിലെ ഷൂട്ടിലാണോ അതോ വീട്ടിലാണോ? ഇല്ല ഷൂട്ട് എനിക്ക് രാവിലെ വെളുപ്പിനെ കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ റെസ്റ്റ് എടുക്കുവായിരുന്നോ? ഇല്ല പിള്ളേരുണ്ടല്ലോ, ഒരു റെസ്റ്റ് ഇല്ല. ഹൈലി റിലേറ്റബിൾ. ഒരുപാട് തിരക്കായിരുന്നു വേറെ ചില പല കാര്യങ്ങളുടെ. എന്റെ അനിയന് യുഎസിൽ പോവാണ്, അപ്പൊ അവന് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് വെച്ച് എന്നോട് ചോദിച്ചു. ഒട്ടും ഇറങ്ങിയില്ല, ഇപ്പോഴും ഇങ്ങോട്ടും പോവാണ്. പറഞ്ഞോ, എന്താ വിശേഷങ്ങൾ? എന്താ? ഇല്ല, ഞങ്ങള് അല്ല വേണ്ട, ഞാൻ ഒരാൾക്ക് കൊടുക്കാം. ഹലോ ഹലോ സുബു, അതെ, ആരാ ഇത്? കണ്ടുപിടിടാ. எனக்கு மலையாளமா தமிழா தெரியலக்கா. கண்டுபிடிடான்னு சொன்னோனே அப்பதான் புரிஞ்சிருச்சு எனக்கு. எப்படி பாருங்க. ஒரே நிமிஷம்க்கா.
வச்சிருக்கேன். நல்லா இருக்கேன்க்கா, சூப்பரா இருக்கேன். சூப்பரா போயிட்டு இருக்கு. ஓகே, படங்கள் தான் பண்ணிட்டு இருக்கேன். அதான் தெரியும். விஜயோட கோட்ல பண்ணிருக்கேன். நல்ல விஷயம். அப்புறம் ரஜினி சாரோட படமும் பண்ணிட்டேன். என்னோட ஆளுப்பா, என்னோட ஆளு. பண்ணிட்டேன். எங்க இருக்கீங்கக்கா? கண்டுபிடி. கேரளா தானே? ஆமா, ஒரு நிமிஷம். இன்னொரு சர்ப்ரைஸ் ஒண்ணு. இதுவா ஜிஞ்சர் மீடியாவா? அது எப்படி கண்டுபிடிச்சு? ஹலோ, அடுத்து விடி. இந்த குரல் ஞாபகம் இருக்கானா? இன்னொரு தடவை பேசுங்க. இன்னொரு தடவை இந்த குரல் ஞாபகம் இருக்கான்னு கேட்டேன். அஞ்சலி. நல்லா இருக்கு. நீங்க எப்படி இருக்கீங்க? சூப்பரா இருக்கேம்மா. வீட்ல எல்லாரும் நல்லா இருக்காங்களா? எல்லாம் சூப்பரா இருக்காங்கம்மா. அது ரொம்ப வருஷங்களுக்கு சேஷம் அல்ல. ஆமா, ரொம்ப இயர்ஸ் கழிச்சு பேசுறோம். சுப்பு, சந்தனமழை திருப்பியும் பயங்கர ட்ரெண்டா போயிட்டு இருக்கு. நான் ஏர்போர்ட்ல இறங்கும்போது என்ன மாதிரி போட்டோஸ். ஒரு அம்மா வந்து ஓடி வந்து என்ன கட்டி பிடிச்சி கடிக்கலான்னு வந்து முத்தம் கொடுத்தாங்க. எனக்கு ஒரு அவ்வளோ திருப்பியும் அப்ப இருந்ததை விட இப்போ வெறித்தனமா இருக்காங்க ஃபேன்ஸ். ஐயோ, நீ பயங்கரமா எனக்கும் வந்துட்டு தான் இருக்கு. ஆமா, நீ எனக்கு அனுப்பிச்சு விட்டுருக்கல்லம்மா 1-2 வீடியோஸ். எல்லாமே உங்களுக்கு அனுப்பிச்சிருந்தேன். ஷாலுக்கு அனுப்புவேன். ஆமா, மேக்னாக்கும் அனுப்புவேன். அதனால நீ மிஸ் பண்ணிட்ட சுப்பு. ஆமா, இந்த இன்டர்வியூ நானும் பார்ட்டிசிபேட் பண்ண வேண்டியது. വെരി സ്വീറ്റ്. നൈസ്. ഞാൻ ഇങ്ങനെ വെക്കുള്ളൂ. കാരണം എന്തറിയോ, ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കും. അങ്ങോട്ട് പോയി അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ ഞാൻ ചെയ്യില്ല. ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ സംസാരിക്കും. പറയാതെ പോയ ലവ് ഉണ്ടായിട്ടുണ്ടോ? സമയം കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാൻ ലവ് ചെയ്യാൻ. സമയം അവിടെ എല്ലാ ദിവസവും അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ ഇടയ്ക്ക് അവിടെ ഓർക്കുന്ന പോലും ഇല്ല. അല്ലേ? ആരെന്തൊക്കെയായിരുന്നു ഓർക്കുന്നില്ല. ഏജ് എപ്പോഴെങ്കിലും കുറച്ച് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കൂട്ടി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കൂട്ടിയും കുറച്ചും പറഞ്ഞിട്ടില്ല. പക്ഷെ മറ്റേ ഇതിനകത്ത് എന്തുവാ വിക്കിപീഡിയയിൽ എന്റെ കിടക്കുന്ന ഏജ് എത്രയോ ആണ്. അത്രയൊന്നും അല്ല കേട്ടോ എന്റെ ഏജ്. അതെനിക്ക് ഭയങ്കര ഫണ്ണാടി. ലോൺ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ എനിക്കൊരു ലോൺ വേണമെന്ന്. പക്ഷെ എന്റെ പ്രീമിയം നിങ്ങൾ അടച്ചോണം, പൈസ അടച്ചോണം. ഞാൻ പൈസ ഒന്നും അടക്കൂല, നിങ്ങൾ എനിക്ക് ലോൺ മേടിച്ചു തരണം. പക്ഷെ ഞാൻ പൈസ അടക്കില്ല, ഇൻട്രസ്റ്റ് അടക്കില്ല. നിങ്ങൾ ഏറ്റെങ്കിൽ ഓക്കെ, നിങ്ങൾ എനിക്ക് പൈസ തന്നു എന്ന് പറയും. അവര് കട്ട് ചെയ്തിട്ട് പോകും. ചില പടമൊക്കെ കണ്ട് ദേഷ്യം വന്നിട്ട് മറ്റേ ബൈബോസിനകത്തൊക്കെ കാണിക്കുന്ന ബാത്റൂമിൽ നിന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഭയങ്കര ഹൊറിബിൾ ആയിട്ടുള്ള പടങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടേ ആ 2.5 മണിക്കൂർ നമ്മുടെ വേസ്റ്റ് ആക്കിയിട്ട് അവിടെ വന്നിട്ടിരുന്ന് ബാത്റൂമിൽ ഇരുന്ന് നമ്മൾ ചീത്ത വിളിച്ചിട്ടുണ്ട്.